ഇന്ന് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കാണാം. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് ഇട്ടിട്ടുണ്ട്. ഇത് കഴുകി വെള്ളം ഒഴിച്ചിട്ടിട്ട് ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ചീകിയെടുത്ത ശർക്കരയിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സ്റ്റവിൽ വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. കഴുകി വാരി വെച്ചിരിക്കുന്ന പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 400 ml ഗ്ലാസ്സിന് അളന്നെടുത്തതാണ്. ഏകദേശം അത്രത്തോളം തന്നെ ശർക്കരയും എടുത്തിട്ടുണ്ട്. ശർക്കര അളന്നിട്ടൊന്നുമില്ല. പച്ചരിയിലേക്ക് 2 പാളയംകോടൻ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ചെറുപഴമായാലും മതി, പാളയംകോടൻ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ ഉണ്ടെങ്കിൽ മൈദ ചേർത്താലും മതി. എൻ്റെ അടുത്ത് മൈദ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 5 ഏലക്കായുണ്ട്. ഇനി വളരെ കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകമേ ചേർത്തിട്ടുള്ളൂ. ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ശർക്കരപ്പാനി എല്ലാം ചേർത്തിട്ടില്ല, കുറച്ചിവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. തിക്നെസ് കൂടി പോവുകയാണെങ്കിൽ കുറച്ച് ചേർത്ത് ഇളക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ചെടുത്ത മാവ് പൊങ്ങുന്നതിന് വേണ്ടിയിട്ട് 6 മണിക്കൂർ അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് മാവിലേക്ക് കുറച്ച് തേങ്ങ വറുത്തിടാം. നെയ്യിലാണ് തേങ്ങാക്കൊത്ത് വറുത്തിടുന്നത്. തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാവ് കുറച്ച് കുറുകിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വെച്ചിരുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. മാവ് നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഇതുപോലെ ആവശ്യം വന്നാൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിവാക്കും. നമ്മൾ ഉണ്ണിയപ്പക്കാര വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3/4 ഭാഗത്തോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉണ്ണിയപ്പം എല്ലാം ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇങ്ങനെ ഉണ്ണിയപ്പം ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.